പ്രൈമിൽ ഒരു പുതിയ കിടിലൻ ഹിന്ദി ക്രൈം ഡ്രാമ വന്നിട്ടുണ്ട്, രാഖ്. ഡൽഹിയിൽ രണ്ട് കുട്ടികൾ മിസ്സാവുന്നതിന്റെ അന്വേഷണത്തിൽ നിന്നും ആരംഭിക്കുന്ന കഥയാണിത്. രംഗാബില്ല യഥാർത്ഥ കേസിനെ ആസ്പദമാക്കിയുള്ള ഒരു സീരീസ് ആണ്. 1978 ഓഗസ്റ്റ് 26-നായിരുന്നു യഥാർത്ഥ സംഭവം നടന്നത്. വളരെ ടച്ചിങ്ങും ഹോണ്ടിങ്ങും ഡിസ്റ്റർബിങ്ങും ആയിട്ടുള്ള സീരീസ് ആണ്. കണ്ടു കഴിഞ്ഞും കുറെ നാൾ ഇതിനെ മനസ്സിൽ വല്ലാതെ നീറ്റൽ പോലെ കിടക്കും. റിയൽ സംഭവമാണിതെന്നുള്ളത് ഇമോഷൻസ് സ്ട്രോങ് ആക്കുകയും ചെയ്യും. വെറും ഒരു മർഡർ മിസ്റ്ററി അല്ല, അവശേഷിക്കപ്പെട്ട മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി റിയലിസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു കഥയാണിത്. എല്ലാം കഴിഞ്ഞ് അവർക്ക് വേണ്ടി നമ്മൾ കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഇരുന്നു പോകും. അത് ഇതിനൊരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. യഥാർത്ഥ സംഭവങ്ങളെ അതിന്റെ തനിമ ഒട്ടും ചോരാതെ തന്നെ എഴുതി നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത സീരീസ് ആണ്. നല്ല സ്ക്രിപ്റ്റ്, നല്ല ക്യാരക്ടേഴ്സ്, സ്ട്രോങ് ആയിട്ടുള്ള വില്ലന്മാർ, നല്ല മേക്കിംഗ്, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, ആർട്ട് വർക്ക് ഒക്കെ എടുത്തു തന്നെ പറയണം. ഒപ്പം പെർഫെക്റ്റ് കാസ്റ്റിംഗും കിടിലം പെർഫോമൻസുകളും. അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയപ്രകാശ് ജാദവായിട്ട് വരുന്ന അലി ഫസൽ ഒരേ സമയം ആ ക്യാരക്ടറിന്റെ നിസ്സഹായതയും അർപ്പണബോധവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ ബാബു രജോ എന്നീ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആകാശ് മഖീജ, രമൺദീപ് സിംഗ് എന്നിവരുടെ പെർഫോമൻസും അന്യായമാണ്. പഴയകാല നായികയായ സൊനാലി ബേന്ദ്രയും ഇതിൽ കുട്ടികളുടെ അമ്മയായിട്ട് ഒരു സ്ട്രോങ് കംബാക്ക് നടത്തിയിട്ടുണ്ട്. കിടിലം പെർഫോമൻസ് ആയിരുന്നു, പ്രത്യേകിച്ച് ഇമോഷണൽ പോർഷൻസിൽ. ദിവ്യ ശർമ്മ, വിവാൻ ശർമ്മ എന്നീ കുട്ടികളുടെ പേരും എടുത്തു തന്നെ പറയണം. സോ മൊത്തത്തിൽ ഒരു മികച്ച സീരീസ് ആണ്. പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. 36-47 മിനിറ്റ് വരെയൊക്കെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകൾ ഇതിനുണ്ട്. ഹിന്ദിക്കൊപ്പം തമിഴ് ഡബിംഗ് ഉണ്ട്, മലയാളം സബ് ടൈറ്റിലും പ്രൈമിൽ തന്നെ ഉണ്ട്. ഇതിന്റെ പ്രമേയം, പിന്നെ വയലൻസ് ആൻഡ് ഡിസ്റ്റർബിംഗ് സീനുകളൊക്കെ കൊണ്ട് 18+ ആണെന്ന് പറയാം.